നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത്. എന്തായാലും കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ. വർഷങ്ങളായി ഈ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലുണ്ടായ വികസന മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? എരമംകുറ്റൂർ പഞ്ചായത്തിനകത്ത് 2020 മുതൽ 25 കാലഘട്ടത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 17 വാർഡിലും ഇടതുപക്ഷം തന്നെ ജയിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ പ്രവർത്തന കാലയളവിൽ കേരളത്തിലെ സർക്കാരിൻ്റെ മാതൃകയിൽ തന്നെ 2020 തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണോ ജനങ്ങളോട് വാഗ്ദാനങ്ങളായി പ്രകടന പത്രികയിൽ പറഞ്ഞത്, ആ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച ചാരിതാർത്ഥ്യവുമായിട്ടാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം വോട്ട് തേടുന്നത്. അതിൽ നേരത്തെ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി റോഡുകൾ, പ്രാദേശിക റോഡുകളുടെ വികസനം അതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു കാണിക്കാൻ പറ്റുന്ന MLA ഫണ്ട്, സർക്കാരിൻ്റെ പ്രത്യേകമായ ഫണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം. നേരത്തെ കുഞ്ഞിത്തോട്ടം പാലം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു പാലമായിരുന്നു. അവിടെയാണ് 3.5 കോടിയോളം രൂപ ചെലവഴിച്ച് വലിയ എല്ലാ വാഹനങ്ങൾക്കും പോകാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള വലിയ വികസനം ഇവിടെ നടപ്പിലാക്കിയത്. അതോടൊപ്പം MLA ഫണ്ട് തന്നെ ഉപയോഗിച്ച് മാതാമംഗലം പട്ടണത്തിൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ക്രമീകരണങ്ങൾ, അതോടൊപ്പം ലൈഫിനകത്ത് നമ്മൾ എത്രയാണോ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം അത് പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് 246ഓളം വീടുകൾ ഇപ്പോൾ വെച്ചു കൊടുത്തുകൊണ്ട്, അതിൻ്റെ കൂടെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 1 കോടിയുടെ സമഗ്രമായ പദ്ധതിയുടെ ഭാഗമായിട്ട് ഫ്ലാറ്റ് നിർമ്മിച്ചുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. അങ്ങനെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് എരമംകുറ്റൂർ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ വാഗ്ദാനത്തിൽ ഏറ്റവും പ്രധാനം ഈ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത കൂടി വെച്ച് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയാണ്. ആ കാർഷിക മേഖലയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുവദിക്കുന്നതിൽ എത്ര കണ്ട് ഫണ്ട് മാറ്റിവെക്കാൻ പ്രൊവിഷൻ ഉണ്ടോ അത് പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് സമഗ്രമായ വികസനമാണ് കാർഷിക മേഖലയിൽ നാം നടപ്പിലാക്കിയത്. ഇതാണ് ഏറ്റവും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി നേരത്തെ സമ്പൂർണ്ണമായ വിജയം സമ്മാനിച്ച ജനങ്ങൾ വാഗ്ദാന പാലനം കൂടി നടത്തി. നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നത് മാത്രമേ പറയൂ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഇപ്രാവശ്യം ഞങ്ങൾ നാടിന് മുമ്പിൽ നിങ്ങളുടെ പ്രസ് മീറ്റിൽ വെച്ച് തന്നെയാണ് ഞങ്ങളുടെ പ്രകടന പത്രിക, ഈ 2025-30 കാലഘട്ടത്തിലേക്കുള്ള പ്രകടന പത്രിക മുന്നോട്ട് വെച്ചത്. അതിൽ സമഗ്രമായ വികസനം തന്നെയാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം നമ്മുടെ നാം വളരും, നമ്മുടെ നാടും വളരും എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് തേടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്ക് അതിനകത്തുണ്ട്. ഓക്കെ. കഴിഞ്ഞ ഇലക്ഷനിൽ മുഴുവൻ വാർഡുകളും ഇടതുപക്ഷത്തിന് തന്നെയാണ് കിട്ടിയത്. ഇത്തവണ ആ ഒരു തേരോട്ടം തുടരാൻ വേണ്ടി എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ തന്നെ എരമംകുറ്റൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടങ്ങി ഇങ്ങോട്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സന്ദർഭം തൊട്ട് ഇങ്ങോട്ട് ജനങ്ങളാകെ എങ്ങനെയാണ് എരമംകുറ്റൂർ പഞ്ചായത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വിധി വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് ആയിരക്കണക്കിനായിട്ടുള്ള ബഹുജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. അതിനകത്ത് തന്നെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഈ 19 വാർഡും നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നലെ ഇപ്പോൾ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വർഗീയവാദികൾ RSSൻ്റെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് നമ്മുടെ UDF മത്സരിക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള അപൂർവം അത്യാവശ്യം പ്രവർത്തകരുള്ള ഒരു നാടാണ്. അവിടെയും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മതതീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് ഈ പഞ്ചായത്തിലും UDF മത്സരിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. കാരണം ഞങ്ങളുടെ ഈ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മതനിരപേക്ഷ വോട്ടുകളെ ഈ നാടിനകത്ത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുമെന്നത് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിട്ടുള്ളൊരു സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ എമ്പാടും ഇടതുപക്ഷം മത്സരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചു നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണും, ആകെയുള്ള 19-ൽ 11 സ്ഥലത്തും BJPക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ. അതിൽ സ്ഥാനാർത്ഥികളെ കൊണ്ടാണ് എന്നുള്ള ഒരഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരുടെ വോട്ടും നേടിയിട്ടായാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്ന UDFൻ്റെ, കോൺഗ്രസിൻ്റെ ഒരു തെറ്റായ അല്ലെങ്കിൽ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമാണ്
എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും നൽകുന്നു. കാരണം ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ തെറ്റായ വോട്ട് വാങ്ങൽ സ്വാഭാവികമായിട്ടും മതേതര കേരളവും ഈ നാടും പ്രത്യേകിച്ച് എരമംകുറ്റൂർ വലിയ ചരിത്രപരമായ പശ്ചാത്തലമുള്ളൊരു മണ്ണാണ്. ഈ മണ്ണിനകത്ത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നത് ഈ മതനിരപേക്ഷത ഉള്ളടക്കമുള്ള മാനുഷിക മൂല്യങ്ങൾ ഉള്ളടക്കമുള്ള മനുഷ്യരാകെ ഞങ്ങളോടൊപ്പം നിൽക്കും എന്നതുകൊണ്ടാണ് 19 വാർഡിലും നല്ല ആവേശകരമായ വിജയം ഞങ്ങൾക്ക് കൊയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, വിശ്വാസി സമൂഹത്തിന് തിരിച്ചടിയാകുന്ന വിധത്തിൽ ഒരു പ്രശ്നം കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹത്തിൻ്റെ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു പോകുന്ന ഒരല്പം മനുഷ്യർ നമ്മുടെ എല്ലാം ഇടയിൽ ഉണ്ടാകും. പക്ഷെ അതിനെയും അതിജീവിക്കാൻ കഴിയും ഇടതുപക്ഷത്തിന് എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം, അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു ഘട്ടത്തിലും വിശ്വാസത്തിന് എതിരല്ല എന്നതിന് ഞങ്ങൾക്ക് ഒട്ടനവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടുത്തെ കൺവീനറാണ്. ഞാനൊരു പൂരക്കളി മറത്തുകളി രംഗത്ത് പണിക്കറായി ആ സേവനമനുഷ്ഠിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം, അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ അല്ലെങ്കിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരൊന്നും വിശ്വാസികളല്ല അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായൊരു പ്രചരണമാണ്. അത് ഒരു വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ശബരിമലയെ ഉൾപ്പെടെ ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് യഥാർത്ഥ വിശ്വാസികളാകെ, നമുക്കറിയാമല്ലോ സമൂഹത്തിനകത്ത് ഈ പറയുന്ന ഏത് മതവിഭാഗത്തിലായാലും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് മതതീവ്രവാദത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഒപ്പം ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഹൈന്ദവ വർഗീയവാദികളുടെ ഈ പറയുന്ന തികഞ്ഞും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ട്. പക്ഷേ അവരെല്ലാം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ നാടിനകത്ത് നവോത്ഥാന കാലഘട്ടം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം തൊട്ട് 57 സർക്കാരുകൾ തൊട്ട് ഇങ്ങോട്ട് ഇടതുപക്ഷം ഏതേത് ഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം വിശ്വാസി അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവരുടെ കൂടെ നിന്ന് പോരാടിയിട്ടുള്ളതിൻ്റെ ഒരു ചരിത്രാനുഭവം ഈ ഇത്തരം പ്രത്യേകിച്ച് എരമംകുറ്റൂരിലെ ജനങ്ങളുടെ മണ്ണിലുണ്ട്. ഇവിടെ CP നാരായണൻ ഉൾപ്പെടുന്ന ധീരരായിട്ടുള്ള പഴയ MLA ഉൾപ്പെടുന്ന ധീരരായിട്ടുള്ള പോരാളികൾ അതിനുവേണ്ടി മുനിയംകുന്ന് സമരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാം ഒരു ഉറവിടം എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനും അപ്പുറത്താണ് CV ബാലകൃഷ്ണനെ പോലെ കേരളം അറിയപ്പെടുന്ന പയ്യന്നൂരുകാരനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ആദ്യ ചെറുകഥ പറക്കുന്നത് ഈ എരമംകുറ്റൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കിയാണ്. വണ്ണത്താൻ രാമൻ്റെയും കൂടരവൻ രാമൻ്റെയും ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നോവലും സിനിമയും ഉണ്ടായിട്ടുള്ളൊരു നാട്. അതെല്ലാം ഞങ്ങൾക്ക് നൽകുന്ന ഒരു വിശ്വാസമെന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളും ഈ പറയുന്ന നന്മയെയും നേരിനെയും ശരിമയെയും തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ്. പ്രതിപക്ഷത്തെ എത്രത്തോളം കഴിഞ്ഞ ഭരണസമിതി കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്? ഇവിടെ സ്വാഭാവികമായിട്ടും 17 വാർഡിലും ഞങ്ങളാണ് എന്ന് പറയുമ്പോഴും ഒരു ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രാമസഭകൾ പ്രധാനമായിട്ട് നമുക്കറിയാലോ ബോർഡ് മീറ്റിങ്ങിനകത്ത് അവർക്ക് ആളുകളില്ലാത്തതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ് എന്ന് പറയുന്ന മൂർത്തമായ അർത്ഥത്തിലെടുത്ത് ഗ്രാമസഭകൾ ചേരുമ്പോൾ, അതുപോലെ തന്നെ ആസൂത്രണ സമിതികൾ രൂപീകരിക്കുമ്പോൾ, അതോടൊപ്പം മറ്റ് വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുമ്പോഴെല്ലാം പ്രതിപക്ഷ നിരയെ കൂടി അവരുടെ കൂടി അഭിപ്രായങ്ങളെ സ്വീകരിച്ചുകൊണ്ടും അവരെ കൂടി മാനിച്ചുകൊണ്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത് അതാണല്ലോ, എല്ലാവരെയും ചേർത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ പിണറായിയുടെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യവും ഭരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ പ്രവർത്തകർക്ക് വേണ്ടി മാത്രമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള നിലപാടല്ല. എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ മറ്റേതെങ്കിലും തരത്തിൽ സങ്കുചിത രാഷ്ട്രീയത്തിന് വിധേയപ്പെടാതെ പൂർണ്ണമായും ജനപക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇന്നലകളിൽ സ്വീകരിച്ചത്. തുറന്ന് കൂടുതൽ അതിന് കരുത്ത് പകരുന്ന വിധത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കും. ശരി, വിജയപ്രതീക്ഷ എത്രത്തോളമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയുണ്ട് ആ ഒരു ഉത്തരം. അപ്പോൾ ആ ചോദ്യം അപ്രസക്തമാണ്. കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്? ഇത്തവണ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി നമുക്കറിയാം നമ്മുടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്. അതിപ്പോൾ നമ്മൾ പാലിക്കപ്പെടുകയാണ്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഡിസംബറിൽ ആരംഭിക്കണം. അതുതന്നെ നമ്മുടെ സാധാരണ നിലയിൽ പുരുഷന്മാർ അധ്വാനിക്കുന്നു, അവരുടെ വേതനം വാങ്ങുന്നു. എന്നാൽ സ്ത്രീകൾ സമൂഹത്തിൻ്റെ അടുക്കളയിൽ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു, അതിന് പ്രതിഫലമില്ലാതാകുന്നു. അതിൻ്റെ മുന്നിലാണ് ഇടതുപക്ഷ സർക്കാർ ഒരു ഉജ്ജ്വലമായിട്ടുള്ള പ്രഖ്യാപനം സ്ത്രീകളുടെ സുരക്ഷ എന്നുള്ള നിലയിൽ 1000 രൂപ അവർക്ക് കൊടുക്കുന്നതെന്ന് മാത്രമല്ല അവരെ ചേർത്ത് പിടിക്കുന്നു. അത് നമ്മുടെ പഞ്ചായത്തിലും നമ്മൾ
അക്ഷരാർത്ഥത്തിൽ സർക്കാരിൻ്റെ ആ പദ്ധതിയെ എപ്പോഴാണോ നടപ്പിലാക്കാൻ തുടങ്ങുന്നത് ആ ഘട്ടം മുതൽ ചേർത്ത് പിടിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പമാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രകടന പത്രികയിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേകിച്ച് മാതമംഗലം ഈ പറയുന്ന പട്ടണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വികസനവും കാര്യങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഒരു നല്ല മിനി സ്റ്റേഡിയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം, ഇപ്പോൾ കേരളോത്സവം എന്നൊക്കെ പറയുന്നത് അത് മാത്രമായി സംഘടിപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന പരിമിതികൾ, പങ്കാളിത്തത്തിലായാലും ഓഡിയൻസിനൊക്കെ, അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഒരു എരമംകുറ്റൂർ ഫെസ്റ്റ് എന്നുള്ള നിലയിൽ എല്ലാ വർഷവും അത് ഉദ്ദേശിക്കുന്നത് കലാപരിപാടികൾ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ നാടിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ കൂടി വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. അതോടൊപ്പം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം കാർഷിക മേഖലയാണ്. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, എരമത്ത് പോയി കഴിഞ്ഞാൽ, കുറ്റൂർ നെല്ലിയാട് പോയി കഴിഞ്ഞാൽ, കൂവപ്പ വയലിൽ പോയി കഴിഞ്ഞാൽ, എല്ലാം പേരൂരിൽ പോയി കഴിഞ്ഞാൽ എല്ലാം പ്രകൃതി രമണീയമായിട്ടുള്ള പാടങ്ങളാണ്, കൃഷിയാണ്. അപ്പോൾ ആ കൃഷിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ നിലയിൽ ഒരു സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം അവർക്ക് അന്നം കഴിക്കേണ്ടുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയും വിധമുള്ള തരിശെന്ന് പറയുന്നത് ഇനി ഉണ്ടാവില്ല, തരിശ് രഹിതമായിട്ടുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി. അതോടൊപ്പം നമ്മൾ ഈ പറയുന്ന നാണ്യവിളകളുമായി ബന്ധപ്പെട്ട് കുരുമുളക് ഗ്രാമം എന്ന് പറയുന്നൊരു പദ്ധതി തന്നെ ഇപ്രാവശ്യം നമ്മൾ വെച്ചിട്ടുണ്ട്. ആ നിലയിൽ അതുപോലെ തന്നെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു സാധാരണ കുടുംബത്തിന് ഉപജീവനം എന്നുള്ള നിലയിൽ നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ മൃഗസംരക്ഷണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത്. അവരുടെ കെടുകാര്യസ്ഥത എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കെടുകാര്യസ്ഥത നിങ്ങളുടെ മുമ്പത്തിനല്ലേ ബസ് കയറാത്ത ബസ് സ്റ്റാൻഡ് ഒരുപാട് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് മുതൽ ഈ ബസ് സ്റ്റാൻഡിൽ ബസ് കയറിയിട്ടാണ്. അത് മാത്രം ചോർന്നൊലിക്കുന്ന പഞ്ചായത്ത്. മാതമംഗലം ടൗണിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ വ്യാപാര മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലമാണ് മാതമംഗലം. അപ്പോൾ ഒരു ജനങ്ങൾക്ക് ഒരു വഴിയില്ല നടക്കാൻ വേണ്ടി. 2 വാഹനങ്ങൾ അപ്പുറം ഇപ്പുറം വന്നാൽ ഗതാഗതക്കുരുക്ക്. അത് മാത്രമല്ല കുടിവെള്ളമില്ലാത്ത പഞ്ചായത്ത്. കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കുടിവെള്ളമില്ലാത്ത പഞ്ചായത്താണ് കണ്ണാടിപ്പൊയിൽ എന്ന പ്രദേശത്ത് കുടിവെള്ളമില്ല. ജലജീവൻ പദ്ധതി ഉണ്ട്. ജലജീവൻ പദ്ധതി ഇതുവരെ ഒന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. അത് മാത്രം ചോർന്നൊലിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൻ്റെ സ്ഥലം ഒരു വ്യക്തി സ്വകാര്യ സ്ഥലം ഒരു സംഭാവന ചെയ്തതാണ്. ആ സ്ഥലം അവർ പഞ്ചായത്ത് ബിൽഡിംഗ് എടുത്തു. അതിൽ അഴിമതിയാണ്. ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് ചോർന്നൊലിക്കുന്ന പഞ്ചായത്ത് വർഷകാലത്ത് അതിലും വലിയ അഴിമതിയുണ്ട്. അതുപോലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് തൊഴിലുറപ്പ് പട്ടി. തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപകമായ തട്ടിപ്പാണ്. തട്ടിപ്പ് പറഞ്ഞാൽ തൊഴിലെടുക്കാത്തവരുടെ പേരിൽ പണം തട്ടുന്ന ഒരു പഞ്ചായത്തായി എരമംകുറ്റൂർ പഞ്ചായത്ത് മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, ആ തൊഴിലുറപ്പ് ഇത് വെളിപ്പെടുത്തി എരമംകുറ്റൂർ പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്താണ്. ആ പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പുറത്തു വന്നത് ആരാ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഇന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പ്രധാനപ്പെട്ട കാരണം അവർ ഒരുപാട് വെളിപ്പെടുത്തലെന്ന് പറയുന്നു. അതുകൊണ്ട് അവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അവർ നമ്മളോട് എല്ലാവരോടും പറഞ്ഞതാണ്. ഒരുപാട് ഈ തൊഴിലുറപ്പ് തട്ടിപ്പ് പുറത്തു വന്ന ഒരു സ്ത്രീയാണ് ഇന്ന് 14-ാം വാർഡിൽ മത്സരിക്കുന്ന ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയപരമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. ഒരു സ്ഥാനാർത്ഥി മോശമല്ല, പക്ഷെ അവരാണ് ഈ തൊഴിലുറപ്പൊക്കെ ഈ പഞ്ചായത്തിൽ പുറത്തു കൊണ്ടുവന്നത്. അതുപോലെ എരമത്തിങ്കരം IT പാർക്ക് എല്ലാം 30 ഏക്കർ ഈ പഞ്ചായത്തിൻ്റെ സ്ഥലം ഗവൺമെൻറ് വിട്ടുകൊടുത്തു. അവിടെ നിന്ന് 2 കോടി 3 കോടി ചിലവാക്കി നിന്നെങ്കിലും അവിടെ എല്ലാം വ്യവസായ പാർക്ക് ഒന്നുമില്ല. വയോജനങ്ങൾക്ക് വിശ്രമിക്കാത്ത ചോർന്നൊലിക്കുന്ന വയോജനങ്ങൾ. പിന്നെ ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണ്. ആരോഗ്യവകുപ്പ് പറഞ്ഞാൽ ഇപ്പം പിന്നെ കരിപ്പാലിലെ സംഭവം വാടക കെട്ടിടത്തിൽ പങ്കെടുക്കുന്നു, അത് നടത്തുന്നു. അതുമാതിരി പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് ഉപയോഗശാന്യമായ വിത്തുകൾ കൊടുക്കുന്ന സംവിധാനം. ഇതൊക്കെയാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും വികലമായ ഒരു പഞ്ചായത്തും അഴിമതി നിറഞ്ഞ ഒരു പഞ്ചായത്താണ് കേരളത്തിൽ അറിയപ്പെടുന്ന. പ്രതിപക്ഷമില്ല എന്നൊരു അഹങ്കാരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവും. 6-7 സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും, നമ്മൾ ഉറപ്പു നൽകുന്നു. ശരി, താങ്കൾ പറഞ്ഞ പോലെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്രയധികം അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് പ്രതിപക്ഷമില്ലെന്ന് പറഞ്ഞു എങ്കിൽ പോലും നിങ്ങളൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാം. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ എന്തൊക്കെയാണ്? നിരവധി സമര പോരാട്ടങ്ങൾ പഞ്ചായത്തിന്റെ മുമ്പിൽ നടത്തിയിരുന്നു. പക്ഷേ അവരുടെ അഹങ്കാരത്തിൽ അതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു അഴിമതി പ്രശ്നങ്ങളൊക്കെ കാരണം നിങ്ങളുടെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? നമ്മൾ എന്തായാലും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവും. ഭരണപക്ഷം ഭരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത്ര വലിയൊരു 6-7 വാർഡിൽ
ഉറപ്പായും വിജയിക്കുന്നൊരു പ്രതീക്ഷ നമുക്ക് ഉറപ്പായി 100% നമുക്ക് ഉറപ്പുണ്ട്. 7 വാർഡുകൾ നമ്മൾ വിജയിക്കും. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ആ ഒരു കേസൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഉറപ്പായിട്ട് നമ്മളിന്ന് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയും കൂടെ എരമം പുല്ലു 19-ാം വാർഡ് എരമം പുല്ലുവൊക്കെ നടന്നപ്പോൾ CPM-ന്റെ നേതാവായിട്ടുള്ള വീട്ടിൽ അവർ ശബരിമലയ്ക്ക് പോയ ഒരു സ്ത്രീ നമ്മൾ തുറന്ന് പറഞ്ഞു, കട്ട അവർ നശിക്കും എന്ന് പറഞ്ഞു. അവരൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. CPM-ന്റെ നേതാക്കന്മാർക്ക് തന്നെ അവർ സ്ത്രീകളായാലും മുതിർന്ന പുരുഷന്മാരായാലും വളരെ വിഷമത്തോടെ നമ്മോട് പറഞ്ഞ് അവിടെ നമ്മൾ പോയി ശബരിമലയ്ക്ക് എന്തുണ്ട് ചോദിച്ചു. അവരെ നശിപ്പിച്ചു. അവരത്രയും അവിടെ എത്തുമ്പോൾ അവരെ ഹൃദയം പൊട്ടിയെന്നാണ് പറഞ്ഞത്. അത്രയും ഒരു നല്ല, അതായത് സാധാരണപ്പെട്ട ഇടതുപക്ഷ കുടുംബത്തിൻ്റെ അമർഷൂല സംഭവമാണ് ശബരിമല വിഷയം. അതുമാതിരി ഞാൻ തുറന്നു പറയാം, എല്ലാ അമ്പലങ്ങളിലും മോഷണം നടന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെ ആ നിലവറ തുറക്കണം എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ അതെല്ലാം ഇവരെ അടിച്ചു മാറ്റി കൊണ്ടുപോയിണ്ടാവും. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട, അത് തുറക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഓക്കെ, കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമം കോൺഗ്രസിനൊരു തിരിച്ചടിയായി ബാധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. ആ ഒരു പ്രശ്നം ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഒരിക്കലും ബാധിക്കൂല. കാരണം വെച്ചാൽ തലയുയർത്തി കോൺഗ്രസ് നിന്നല്ലോ. രാഹുൽ മാക്കൂട്ടത്തിനായാലും ഞാൻ പേര് പറയുന്നില്ല, ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാഫ് നമ്മുടെ ശശിയെ പേര് പറയുന്നില്ല, പിന്നെ ശശി ഇടതുപക്ഷത്തിന്റെ വികൃതമായ മുഖമാണ്. അവർ ഇത്രയും വലിയൊരു പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ മറ്റൊരു ശശിയുണ്ട്, പാലക്കാട് മുൻ MLA. അങ്ങനെ ഒരു വികൃതമായ മുഖവും മുകേഷിനെ പോലുള്ള MLA-മാരെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസ് ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസ് കൃത്യമായ നടപടിയെടുത്തു. സ്ത്രീകളെ സംരക്ഷിക്കാന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ഓക്കെ, ഇങ്ങനെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് സ്ത്രീ സുരക്ഷയ്ക്കായി എത്ര വാർഡുകളിൽ നിർത്തിയിട്ടുണ്ട് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ? എരമം കുറ്റൂർ പഞ്ചായത്തിൽ 19 വാർഡ് ആകെയുള്ളത്. അതിൽ 10 സ്ത്രീകളാണ് വേണ്ടത്, ബാക്കി 9 പുരുഷന്മാരും. പക്ഷെ നമ്മളത് വാർഡ് ഡിവിഷൻ പോലും, നമ്മൾ ബ്ലോക്ക് ഡിവിഷൻ 2 സ്ത്രീകളാണ് മത്സരിക്കുന്നത്. അത് പുരുഷ വാർഡാണെങ്കിലും നമ്മളെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ മാതൃക കാട്ടിയൊരു പഞ്ചായത്താണ് എരമം കുറ്റൂർ പഞ്ചായത്ത്. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ജയിച്ച വാർഡുകളിൽ സ്ത്രീ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്കെതിരെയുള്ള അഴിമതിയും ആക്രമണവും നമ്മൾ നിർത്തലാക്കും. അത് മാത്രമല്ല, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക ഒരു നിയമവ്യവസ്ഥ എരമംകുറ്റൂർ പഞ്ചായത്തിൽ കൊണ്ടുവരും. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രാധാന്യം കൊടുക്കും. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ താങ്കൾ പറഞ്ഞ പോലെ ബസ് കയറാത്ത ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. ഈ ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒട്ടനവധി അഴിമതി കാര്യങ്ങൾ പറഞ്ഞു. ആ അഴിമതിക്കെതിരെ എന്താണ് ചെയ്യുക? അഴിമതി നടത്തിയവരെ നമ്മൾ അവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരും. ഇനി ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരോ ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ പോകുന്ന വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എരമം കുറ്റൂരിൻ്റെ മുഖച്ഛായ നമ്മൾ മാറ്റി കൊടുക്കും. നമ്മളെ റോഡുകൾ, പാലങ്ങൾ, വഴികൾ, റോഡുകൾ, ലൈറ്റുകൾ എല്ലാം കൃത്യമായി. ഒരു രാഷ്ട്രീയ വിദ്വേഷം എന്ന് പറയുമ്പോൾ നമ്മളെ രാജ്മോഹൻ താൻ നിങ്ങളിപ്പോൾ വെള്ളോറ വരുമ്പോൾ പോകുമ്പം അവിടെ ഒരു രാത്രി പോയി നമ്മൾ ഭീകരാന്തരീക്ഷമാണ്. ലൈറ്റ് ഇല്ല, ഒരു സ്ഥലത്തും ഇതില്ല, വൈദ്യുതി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ രാജ്മോഹൻ താൻ ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചു കൊടുക്കാത്ത പഞ്ചായത്താണ് കേരളത്തിൽ അറിയപ്പെടുന്ന പഞ്ചായത്ത്, രാഷ്ട്രീയ വിരോധം കൊണ്ട്. അപ്പോൾ നമ്മളതെല്ലാം എല്ലാ വഴിവിളക്കുകളും കേരളത്തിലെ ഈ പഞ്ചായത്തിന് അത്യാവശ്യമുള്ള എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ്, വോട്ട്, വാഗ്ദാനം, വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ BJPയുടെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അവരുടെ വികസന മുരടിപ്പ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു പദ്ധതികളും കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അവരുടെ രാഷ്ട്രീയപരമായ എതിർപ്പ് മൂലം പല പഞ്ചായത്തുകൾക്കും, ഇടതുപക്ഷം കോൺഗ്രസും ഭരിക്കുന്ന പല പഞ്ചായത്തുകൾക്കും സാധിക്കാറില്ല. അതുപോലെ തന്നെ ആ ഒരു പ്രകടനം എരമം കുറ്റൂർ പഞ്ചായത്തിലുണ്ട്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അത്തരം പദ്ധതികളൊക്കെ ഇത് വിദ്വേഷമോ കാണിക്കാതെ, ആരോടും വെറുപ്പോ അങ്ങനെയൊന്നും കാണിക്കാതെ എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ഒരു സമഗ്രമായ വികസനത്തിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ രാഷ്ട്രീയ ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും കാലം നടന്നു വരുന്ന എല്ലാ മേഖലകളിലും അഴിമതിയാണ്. അഴിമതിനെ ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ആരുമില്ല എരമം കുറ്റൂർ പഞ്ചായത്തിൽ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കൂടി ഉണ്ട്.
അപ്പോൾ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു. അതിന് ഈ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഉദാഹരണം പറയാൻ സാധിക്കുമോ? എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ പല പദ്ധതികൾ ഒരു പദ്ധതി എന്നല്ല, പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെതായി വരുന്ന പദ്ധതികളുണ്ട്. അതിപ്പം പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ടതില്ല, എല്ലാ പദ്ധതികളും കേന്ദ്രത്തിൻ്റെതായി വരുന്ന പദ്ധതികളാണ്. അപ്പോൾ ആ പദ്ധതികളൊന്നും വേണ്ട രീതിയിൽ, ഇപ്പോൾ ഉദാഹരണം പറയാൻ തൊഴിലുറപ്പ് പദ്ധതി തന്നെ. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ആ തൊഴിലുറപ്പ് പദ്ധതി വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ വേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനോ, അതിങ്ങനെ കുറേ ആൾക്കാരുടെ പറമ്പുകളിൽ വെറുതെ ചെത്തി കളിച്ച് സമയം കൂട്ടുക, അതിൽ കുറേ അഴിമതി നടത്തിയ കുറ്റൂർ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം എത്രയോ ലക്ഷം റുപ്യയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയായി ബന്ധപ്പെട്ടിട്ട്. ശരി, ഒരുപാട് അഴിമതികൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ ഒരു അഴിമതിക്കെതിരെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ആർക്കും ചോദ്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു സംഘടന തന്നെയാണ്, BJP എന്ന് പറയുന്ന ഒരു സംഘടന തന്നെയുണ്ട് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടലാണ് ഈ അഴിമതിക്കെതിരെ ഉണ്ടായത്? അഴിമതിക്കെതിരെ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് പല രീതിയിലുള്ള പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എരമം കുറ്റൂർ പഞ്ചായത്ത്. അപ്പോൾ അതിൽ നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നത് നമ്മൾ നേരിട്ട് കണ്ടാൽ, അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്താൽ അതിന് നമുക്ക് പ്രോത്സാഹനം തരികയും അവർക്കെതിരെ കർശന നടപടിയെടുക്കുകയും ചെയ്യുന്നതൊക്കെ പഞ്ചായത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിപാടികൾ നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ പ്രതികളാകുന്ന രീതിയിലാണ് പഞ്ചായത്തിന് അതിൻ്റെ സമീപനം ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ മറ്റ് മുതിർന്ന സ്ഥലങ്ങളിൽ നിയമ നടപടികളൊക്കെ സ്വീകരിക്കാമല്ലോ, അതുപോലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ലേ? നിയമ നടപടികൾ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലൊരു പ്രതിപക്ഷമില്ല, ഏകപക്ഷീയമായൊരു ഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെറിയ സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ട്. മറ്റുള്ള കക്ഷികളൊന്നും ചെറിയ ചെറിയ കക്ഷികളാണ്. അതുകൊണ്ട് ഒരു ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. നിലവിലെ ഭരണസമിതി മറ്റ് സംഘടനകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണോ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്? അല്ല, ഒരിക്കലും അല്ല. അത്തരം സംഘടനകളുടെ ഒരു ബന്ധമില്ലാന്ന് ചേർത്ത് നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളോടോ മറ്റു സംഘടനകളോടോ അന്വേഷിക്കാറോ അവരൊന്നും ഒരു മുഖവിലക്കെടുക്കാറ് പോലുമില്ല ഇപ്പോഴത്തെ പഞ്ചായത്ത്. BJPക്ക് പല വാർഡുകളിലും നിലവിൽ സ്ഥാനാർത്ഥികൾ പോലുമില്ല എന്നൊരു അധിക്ഷേപം ഉയർന്നു വന്നു. അതിനുള്ള കാരണം എന്താ? അങ്ങനെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ള അധിക്ഷേപത്തിനൊന്നും സാധ്യതയില്ല. പിന്നെ ഏതാണ്ട് ഒരു 10-ലധികം സ്ഥാനാർത്ഥികൾ നമ്മൾ ഈ പ്രാവശ്യം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പല പ്രദേശങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കുറവാണ്. പ്രവർത്തകരുണ്ട് എങ്കിൽ അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് നമുക്ക് പഞ്ചായത്തിൽ. പാർട്ടി ഗ്രാമങ്ങളിലെ പല സ്ഥലങ്ങളിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഒരു കൊടിതോരണങ്ങളോ മറ്റ് ബോർഡുകളോ ബാനറുകളോ ഒന്നും വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ തന്നെ കക്കറ ഭാഗങ്ങളിൽ കുറച്ച് ബാനറുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ, അതൊക്കെ ഇന്നലെ നശിപ്പിച്ചു എന്നാണ് ഇന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അത്തരം രീതിയിലൂടെ ഒരു പാർട്ടി ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ പ്രവർത്തനം നടത്തി പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രയാസങ്ങളുണ്ട്. ഓക്കെ, BJP സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പലരും പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്ര സ്ത്രീകളെ എത്ര വാർഡുകളിൽ BJPന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട്? BJP ഏകദേശം 5-ലധികം സ്ഥാനാർത്ഥികൾ വനിതകളുണ്ട്. പിന്നെ സ്ത്രീ സംവരണമുള്ള വാർഡുകളിലും വനിതകളെ നിർത്തിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കായി BJP അധികാരത്തിൽ വന്നാൽ ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് പഞ്ചായത്തിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യം, എന്ത് ചെയ്യുന്ന അങ്ങനെ തോന്നിവാസം ചെയ്യാനല്ല, അങ്ങനെ അവർക്ക് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം കൊടുക്കാനും അവരെല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവരാനും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിശ്വാസി സമൂഹത്തിന് തിരിച്ചടിയാകുന്ന വിധത്തിൽ കേരളത്തിൽ ഇന്ന് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അത് BJPക്ക് ഒരു വജ്രായുധമായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? പിന്നെ വിശ്വാസികൾക്കിടയിൽ വളരെയധികം മാനസിക പ്രയാസമുണ്ട് എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് മുന്നേയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും ലോക്സഭയിലും നിയമസഭയിലൊക്കെ ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന മണ്ഡലമായിരുന്നു നമ്മളത്, ഈ എരമംകുറ്റൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ അത് അവർ പ്രതീക്ഷിക്കുന്നതിലും താഴേക്ക് പോയിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക്, അതായത് BJP ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു വികാരത്തോട് കൂടിയിട്ട് വിശ്വാസികൾ കോൺഗ്രസ്സിന് വോട്ട് മറിച്ച ഒരു സംഭവം നമ്മൾ ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് മറ്റുള്ള ന്യൂനപക്ഷ സമുദായങ്ങളോടും മറ്റുള്ള സമുദായങ്ങളോടുമാണ് അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇത്തവണ പ്രകടന പത്രിക വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ
ഒരുപാട് പദ്ധതികൾ പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഒട്ടനവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പിന്നെ ഗ്രാമങ്ങളിലേക്കും നഗരസഭകളിലേക്കും ഒക്കെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന ഒരു അധിക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെതിരെ എന്താ പറയാനുള്ളത്? കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്നതിനിപ്പം പഞ്ചായത്ത് വലിയ ടാങ്കുകളൊക്കെ നിർമ്മിച്ചിട്ട് വർഷങ്ങളായി. ഞങ്ങളുടെയൊക്കെ വീട്ടിലിപ്പം പൈപ്പ് വലിച്ചിട്ടും അതിൻ്റെ മീറ്റർ കൊണ്ടുവച്ചിട്ടൊക്കെ വർഷങ്ങളായി. ഒരു തുള്ളി വെള്ളം അതിനകത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഈ ടാങ്ക് അവിടെ കെട്ടിയിട്ടു എന്നല്ലാതെ ഈ ടാങ്കിലേക്ക് സംഭരിക്കാനുള്ള വെള്ളം എവിടെ നിന്നാണ് കിട്ടുക എന്നത് പോലും ഒരു കൃത്യതയില്ലാത്ത രീതിയിലാണ് നടക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് മറ്റ് 2 കക്ഷികളുണ്ട്, ഭരണപക്ഷം അല്ലാതെ മറ്റ് 2 എതിർ കക്ഷികളുണ്ട്. അവരൊന്നും ചോദ്യം ചെയ്തില്ല. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്കായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്കായിട്ട് തോന്നില്ലെങ്കിലും ചെറിയൊരു അപാകതകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങൾക്കൊരു സ്വാധീനക്കുറവ്, അതായത് പഞ്ചായത്തിലൊരു ഭരണത്തിൽ എത്താനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനോ അറിയാനോ അതിനൊരു പഞ്ചായത്തും ഭരണാധികാരികളും മുതിരുന്നില്ല എന്നുള്ളതും പിന്നെ ഞങ്ങളെന്നൊന്നും പറഞ്ഞാൽ അത് മുഖവിലൊക്കെ എടുക്കുന്നില്ല എന്നുള്ളൊരു ആശയം കൂടി ഞങ്ങൾക്കുണ്ട് ഇതിനകത്ത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തൊക്കെയാണ്? ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണമാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ചെന്നപ്പോഴും നമ്മൾ പാർട്ടി ഗ്രാമങ്ങളിലൂടെയാണ് നടന്നു പോകുന്നത്. പല ഗ്രാമങ്ങളിൽ ചെന്നപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് വരാൻ ഇത്ര വൈകി എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് പല മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുപോലെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന വിജയിക്കുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വിജയപ്രതീക്ഷ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്? വിജയപ്രതീക്ഷ നല്ല വിജയപ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏതായാലും ഒരു 4-5 സീറ്റുകളിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ബാക്കിയുള്ള വാർഡുകളിലൊക്കെ ഞങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഓരോ മേഖലയും എടുത്തു പറയുകയാണെങ്കിൽ ഇത്തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളൊന്ന് ചുരുക്കി പറയാം. ഓരോ മേഖലയിലും ഞങ്ങൾ പ്രത്യേകിച്ച് ഊന്നൽ നൽകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന കാർഷിക മേഖലയിലായാലും അതുപോലെ മറ്റ് വാണിജ്യ വ്യാവസായിക മേഖലകളിലായാലും ആ മേഖലകളിലൊക്കെ ഊന്നൽ കൂടുതൽ കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ കായികപരമായി ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുള്ള നാടാണ് കേരളം. പക്ഷേ കേരളത്തിൽ കുട്ടികൾക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളൊരു അധിക്ഷേപം ഉയർന്നിട്ടുണ്ട്. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ അതിനായി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് നിലവിൽ വന്നപ്പോൾ തന്നെ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് കളിസ്ഥലമില്ല എന്നുള്ളതാണ്. കളിസ്ഥലങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയൊക്കെ ചെയ്യും. അതിനകത്ത് വേണ്ടത്ര രീതിയിലൊരു ഗൗരവം പഞ്ചായത്ത് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ നല്ലൊരു കളിസ്ഥലം ഈ എരമംകുറ്റൂർ പഞ്ചായത്തിൽ ഞങ്ങൾ കണ്ടെത്തും. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും എന്നാണ് പറയാനുള്ളത്. ശരി. ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് പറയാം. ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നുന്നു പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഒട്ടനവധി പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഞങ്ങൾക്ക് ആവുന്ന വിധം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ പല പാർട്ടി ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കാവുന്ന വിധത്തിൽ അവരെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പലർക്കും കിട്ടിയതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. അപ്പോൾ ഇതുവരെ 10 വർഷത്തിൽ മേലെ ഭരിച്ചിട്ടും ഇതുവരെ ഒരു അഴിമതി പോലും പറയാൻ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിമാരെ കുറിച്ചോ പ്രധാനമന്ത്രിനെ കുറിച്ചോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് വോട്ടായി മാറ്റാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. ഓക്കെ. ഓരോ പ്രദേശത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് റോഡുകൾ. ഈ ഒരു എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? എരമംകുറ്റൂർ പഞ്ചായത്തിൽ ഇപ്പം റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ പിന്നെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിൽ 12 കോടി രൂപ വിലയെടുത്തിട്ട് 2 വർഷമായി ഈ റോഡ് ഇങ്ങനെ മാന്തി കളച്ച് വെച്ചിട്ട്. അപ്പോൾ അതൊരു എന്താണ് അതിൻ്റെ തടസ്സം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വകയാണ് റോഡ് എന്നൊക്കെയാണ് പല സ്ഥലത്തും ഫ്ലക്സൊക്കെ വെച്ചിട്ടുള്ളത്. എന്തായാലും അത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിൽ പെട്ടിയിട്ട് MP-യുടെ വകയായിട്ട് കിട്ടിയ റോഡാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം തന്നെ വളരെ മന്ദീഭവിച്ചിട്ടാണ്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ പല സ്ഥലത്തും കുഴിയടക്കലും പുഴകളിലേക്ക് തടയണ കെട്ടാൻ വേണ്ടി പിന്നെ കാട് വൃത്തിയാക്കലും അങ്ങനെയൊക്കെ പല പദ്ധതികൾ നടക്കുന്നത്. അത് കാലാകാലമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോ പദ്ധതികൾക്ക് അതിന് ഉദ്ഘാടനം കഴിയും, പിന്നെ അത് അവിടെ വെക്കും. അങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം. ഓക്കെ. BJP ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും അടിയന്തരമായി ഇടപെടണമെന്ന് തോന്നിയ ജനകീയ പ്രശ്നം എന്താ? ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെടുന്ന ഒരു ജനകീയ പ്രശ്നം വെച്ചാൽ നമ്മൾ കുടിവെള്ള പ്രശ്നം തന്നെയാണ്. ആ കുടിവെള്ളത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. ഒന്നാമത് കുറേ തടയണകൾ, ചെക്ക് ഡാമുകൾ പോലുള്ള ചെറിയ ചെറിയ തടയണകൾ കെട്ടിയാൽ നമുക്ക് ഈ പെരുവാമ്പയിൽ കുടിവെള്ളക്ഷാമം പരമാവധി പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളായിരിക്കും ഞങ്ങൾ നടത്തുക. ഓക്കെ. ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും നിറവേറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ചുരുക്ക വാക്യത്തിൽ ഒന്ന് പറയാം. നിറവേറ്റാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ
കൊടുക്കുന്ന പല പദ്ധതികളും ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്ന്. ആ പദ്ധതികളൊക്കെ വിവേചനമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ബി ജെ പിക്കാരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം സംവദിച്ചത്. അടുത്ത ദിവസം വേറൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ.